അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അരിയാഹാരവും സ്വലാത്തും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് വളരെ പഴക്കം ചെന്ന ഒരു ബന്ധമാണ്, വളരെ ശ്രേഷ്ഠമായ ഒരു ബന്ധവുമാണ്. ആ ബന്ധത്തെ സംബന്ധിച്ച് നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇബാദത്ത് ചെയ്യാൻ കഴിയും. നമ്മുടെ മുമ്പിലേക്ക് അരിയാഹാരങ്ങൾ, ഉദാഹരണത്തിന് അരിപ്പത്തിരി വന്നാൽ, നമ്മുടെ പ്ലേറ്റിലേക്ക് വന്നാൽ കറി ഒഴിക്കാൻ അല്ലെങ്കിൽ കറി വരാൻ വേണ്ടി കാത്തു നിൽക്കരുത്. അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ ഉടൻ തന്നെ അത് ഭക്ഷണമായി കഴിക്കണം. കാരണം അതിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അരിയാഹാരവും അള്ളാഹുവിൻ്റെ റസൂലും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അരിഭക്ഷണം കഴിക്കുന്ന സമയം കൂടുതൽ ചൊല്ലേണ്ടതാണ് സ്വലാത്തു സുന്നത്തുണ്ടതിൽ. അരിഭക്ഷണം നമ്മുടെ മുമ്പിൽ വന്നാൽ വിസ്മി ചൊല്ലിയതിന് ശേഷം സ്വലാത്തും കൂടെ ചൊല്ലൽ സുന്നത്തുണ്ട്. അതിനുള്ള സബബൊരു ജൗഹറാണാദ്യമിൽ സൂക്ഷിച്ചു തങ്ങൾക്കുള്ള ഒളിവും റബ്ബദിൽ. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ആദ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തെ അള്ളാഹു സുബ്ഹാനഹു തആല സൂക്ഷിച്ചു വെച്ചത് ഒരു മുത്തിനകത്താണ്, ഒരു ജൗഹറിനകത്താണ്. ആ ജൗഹറിൽ നിന്ന് മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒളിവിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് ആ ജൗഹർ അരിഭക്ഷണമായി മാറി, അരിയുടെ ഒരു മണിയായി മാറി എന്നാണ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പുറപ്പെട്ടതെന്നാണൊളിവതിൽ നിന്നെന്ന് ഈ ജൗഹറും ഹബ്ബായി മറിഞ്ഞതുമെന്ന് ഇമാം സുയൂത്തി ഹാവി ഭാഗം 2 പറയുന്നതും നോക്കേണ്ടതാ 18. അപ്പോൾ അരിയാഹാരം ലോകത്ത് മുഴുക്കയും ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ധാന്യമാണ്. ആ ധാന്യം അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവ്, പ്രകാശം, അള്ളാഹു സൂക്ഷിച്ചു വെച്ച ജൗഹറായിരുന്നു. ആ ജൗഹറിൽ നിന്ന് പ്രകാശം അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ ജൗഹർ അരിമണിയായി മാറി. ആ അരിമണിയിൽ നിന്നാണ് ലോകത്ത് നിന്ന് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അരിമണികളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അരിയാഹാരം കാണുമ്പോൾ അത് നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വേഗം ആഹരിക്കുകയും ആഹരിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലിയതിന് ശേഷം സ്വലാത്തും കൂടി ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇമാം സുയൂത്തി അവിടുത്തെ ഹാവിയിൽ, അവിടുത്തെ ആ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ 2-ാം വോള്യത്തിൽ 18-ാം പേജിൽ അത് കൊണ്ടുവരികയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ആഹാരത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ, മഈശത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. തന്നെയുമല്ല, ആ സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ പ്രത്യേകമായ രാജ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് 2 ചെവി കൊണ്ടും കേൾക്കുകയാണ്. വെള്ളിയാഴ്ച രാവിൽ സ്വലാത്ത് ചൊല്ലിയാൽ അവിടുത്തെ 2 ചെവി കൊണ്ടും ആ സ്വലാത്ത് കേൾക്കും. മറ്റുള്ള ദിവസങ്ങളിൽ മലക്കുകൾ അവിടെ എത്തിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ്. നീ ജുമുഅ ദിവസം കൂടുതൽ ചൊല്ലേണ്ടതാ, നബി തന്നെ ഇരുചെവി കൊണ്ടതും കേൾക്കുന്നതാ. ഈ ദിവസമല്ലാതുള്ളതിൽ മലക്കാണ് വിവരം നബിക്ക് കൊടുക്കലും എന്നാണ്. നുസ്ഹത്തിൽ ഉണ്ടിതു നോക്ക് 2-ാം ഭാഗമിൽ കാണുന്നതാ 91-ാം പേജതിൽ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം, വ്യാഴാഴ്ച രാവ് മുതൽ വെള്ളിയാഴ്ച ദിവസം മഗ്‌രിബിന് വാങ്ക് വിളിക്കുന്നത് വരെയുമുള്ള ദിവസം, ആ സമയങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവിടുത്തെ 2 ചെവികൾ കൊണ്ട് നേരിട്ട് കേൾക്കുകയാണ്, നേരിട്ട് അറിയുകയാണ്. അല്ലാത്ത ദിവസം മാലാഖമാർ
ഇന്നാൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അരിയാഹാരവും അള്ളാഹുവിൻ്റെ റസൂലും തമ്മിലുള്ള അവിടുത്തെ പ്രകാശവും സ്വലാത്തും തമ്മിലുള്ള ബന്ധമാണ് ആലിമീങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമുക്ക് കൂടുതൽ അമൽ അറിഞ്ഞു ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.